സെക്രട്ടറിയുടെ മുന്നിലെ സമരപന്തലിലേക്കാണ് പോകുന്നത്. അവിടെ ഇപ്പോൾ വനിതാ CPO ഉദ്യോഗാർത്ഥികളിൽ ഒരാൾ സമരത്തിനിടെ കുഴഞ്ഞു വീണു. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. സമരത്തിന്റെ രൂപം മാറ്റി പലതരത്തിലുള്ള സമരങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു ഉദ്യോഗാർത്ഥികൾ. റിനു ശ്രീധർ നമുക്കൊപ്പമുണ്ട്. റിനു ശ്രീധർ, ഒരു ഉദ്യോഗാർത്ഥി കുഴഞ്ഞു വീണ് കിടക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്താണ് പറ്റിയത്? സമയം മുമ്പാണ് ഈ WCPO ഉദ്യോഗാർത്ഥികളുടെ സമരം ചെയ്യുന്ന വേദിയിലേക്ക് രമേശ് ചെന്നിത്തല, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ്, പ്രതിപക്ഷ നേതാവ് കൂടിയാണ് ഇവിടെ എത്തിയത്. ഉദ്യോഗാർത്ഥികളുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ആ സമയത്താണ് നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന ഹനീന എന്ന് പറയുന്ന തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ഉദ്യോഗാർത്ഥി കുഴഞ്ഞ് വീഴുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കയ്യിൽ കർപ്പൂരം കത്തിച്ചും അതുപോലെ തന്നെ മുട്ടിലിഴഞ്ഞും ഇന്നിപ്പോൾ കണ്ണ് മൂടിക്കെട്ടിയും ഏത്തമിട്ടുമുള്ള സമരമുറകളായിരുന്നു ഇവർ നയിച്ചത്. 3 പേർ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിലൊരാളാണ് അല്പസമയം മുമ്പ് കുഴഞ്ഞ് വീണത്. ഇപ്പോഴും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അദ്ദേഹം പറഞ്ഞത് അടിയന്തരമായി ഈ വിഷയം പരിഹരിക്കണമെന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് തന്നെ കത്ത് നൽകും. സംസ്ഥാനത്ത് നിയമന നിരോധനമാണ് നടക്കുന്നത് എന്നടക്കമുള്ള ഒരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒപ്പം താൽക്കാലിക നിയമനങ്ങൾ മാത്രമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടനൊരു പരിഹാരത്തിലെത്തുവാൻ മുഖ്യമന്ത്രിക്ക് ഇന്ന് വൈകുന്നേരത്തിന് എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കവെയാണ് തൊട്ടു പിന്നിൽ ഈ ഉദ്യോഗാർത്ഥി കുഴഞ്ഞു വീഴുന്നത്. ഇപ്പോൾ ഈ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ, ഒപ്പം സമരം ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ളവർ അവർക്ക് വീശിയൊക്കെ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന നിരവധി ഉദ്യോഗാർത്ഥികൾ കുഴഞ്ഞു വീഴുകയും പോലീസ് വാഹനത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ഹനീന എന്ന് പറയുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുന്നു. 2 ദിവസമായി ഉദ്യോഗാർത്ഥി ഇവിടെ നിരാഹാരം അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. എന്തായാലും ഈ സമരത്തിൽ അടിയന്തരമായി ഒരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു നമുക്കിവിടെ ഇന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചത്? കുഴഞ്ഞു വേണ്ടിക്കുന്ന ആരാ? ഓട്ടോ വിളിക്കട്ടെ. ശരി. ഹനീന, തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ഹനീനയാണ് കുഴഞ്ഞു വീണ് എന്നുള്ളതാണ്. ഓട്ടോ വിളിച്ച് ആശുപത്രിയിലുള്ളൊരു ഇടപെടലാണ് സുജയ ഇവിടെ നടക്കുന്നത്. സെക്രട്ടറിയുടെ മുന്നിൽ സമരം ചെയ്യുന്നതിനിടെയാണ് വനിതാ CPO ഉദ്യോഗാർത്ഥി കുഴഞ്ഞു വീണത്. ലിസ്റ്റ് അവസാനിക്കുന്നത് ഈ മാസം 19-ാം തീയതിയാണ്. റിനു, ഇവരുമായി ഒരു ചർച്ചയ്ക്കും സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് ഇവരെ അറിയിച്ചതല്ലേ? നിലവിൽ സുജയ, ഇതുവരെയും ഇനി 10 ദിവസം മാത്രമാണ് ഇവരുടെ മുന്നിൽ അവശേഷിക്കുന്നത്. ഇതുവരെയും ഇവരെ ഒരു സന്ധി സംഭാഷണം എന്നുള്ള നിലയ്ക്ക് ഒരു അധികാരികളും ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. എന്തായാലും കുഴഞ്ഞു വീണ ഉദ്യോഗാർത്ഥിയെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുകയാണ്. നേരത്തെയും ഇത്തരത്തിൽ ഈ നിരാഹാരം അനുഷ്ഠിച്ചിരുന്നവർ ഇവിടെ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ വാഹനം, പോലീസ് വാഹനം എത്തിയിരുന്നില്ല. ഇത്രയും നേരം കുഴഞ്ഞു വീണിട്ടും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി പോലീസ് വാഹനം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയുടെ വാഹനത്തിലാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഇടപെടൽ നടത്തുന്നത്. അതിനുള്ളിൽ ആളുണ്ടായിരുന്നു. അവരെയൊക്കെ തന്നെ പുറത്തേക്ക് മാറ്റിക്കൊണ്ട് ഈ കുഴഞ്ഞു വീണ ഉദ്യോഗാർത്ഥിയെ ഉള്ളിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ അദ്ദേഹത്തിന്റെ കൂടി നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 10 മിനിറ്റോളമായി ഉദ്യോഗാർത്ഥി ഇവിടെ കുഴഞ്ഞു വീണിട്ട്. പക്ഷേ നേരത്തെ തന്നെ പോലീസിന്റെ ആംബുലൻസോ അല്ലെങ്കിൽ മറ്റ് സംവിധാനമോ ഇവിടെ എത്തിയിരുന്നില്ല. ഇപ്പോൾ ഒരു പോലീസ് ജീപ്പ് ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിന് മുന്നോടിയായി തന്നെ രമേശ് ചെന്നിത്തലയുടെ വാഹനത്തിലേക്ക് ഈ ഉദ്യോഗാർത്ഥിയെ കയറ്റിയിട്ടുണ്ട്. ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോഴേക്കും പോലീസ് വാഹനം, ഇത്രയും നേരം ഈ പോലീസ് വാഹനം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴേക്കും ഒരു പോലീസ് വാഹനം ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കുഴഞ്ഞു വീഴുമ്പോൾ ഓട്ടോറിക്ഷയിൽ അടക്കമാണ് ഈ ഉദ്യോഗാർത്ഥിയെ കൊണ്ടുപോയത്. പക്ഷേ പോലീസിന്റെ വാഹനം എത്തിയിരുന്നില്ല. ഇപ്പോൾ അടിയന്തരമായി തന്നെ പോലീസിന്റെ ഒരു വാഹനം ഇവിടെ എത്തിച്ചു. അതിനു മുന്നോടിയായി തന്നെ രമേശ് ചെന്നിത്തലയുടെ വാഹനത്തിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സുജ, റിനു ശ്രീധറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.